വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അനുബന്ധമായിട്ട് അവർ കുറെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് ഈ വിദേശത്ത് നിന്ന് വനിതകൾക്ക് ഇന്ത്യയുടെ സാരി ഉടുപ്പിച്ചു കൊടുത്തൂടെ. ബോധമില്ലായ്മ ഒരു കുറ്റമല്ല, അതൊരു അലങ്കാരമാകുന്നതാണ് പ്രശ്നമാകുന്നത്. അവരെന്ത് ഉടുക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതാണ് കുറച്ച് മുമ്പ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അവരിപ്പോ പറയുന്നത് പിന്നെ പറയുമ്പോൾ മാറ്റി പറയുന്നു എന്നുള്ളതാണ്. അവർക്ക് അതെന്നാണ് ഷഫീന ബീബി, ഹണി റോസിന് ഒരു റൈറ്റ്സ് ഉണ്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട്, പക്ഷെ ദയാസുജിത്തിന് ആ ഒരു റൈറ്റ്സ് ഇല്ലേ ആ ഡ്രസ്സ് ഇടാനായിട്ട്? അതെന്തൊരു ന്യായമാണ് താങ്കൾ കണ്ടെത്തിക്കൊണ്ട് വന്നേക്കുന്നത്? അപ്പൊ ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എനിക്ക് ആ ഒരു പേഴ്സണെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ. ഒറ്റൊരു വീഡിയോ പോലും, ഇതെല്ലാരും പറയുന്ന പോലെയല്ല ഇനി ഞാൻ വീഡിയോ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അങ്ങനല്ല. ഒറ്റൊരു വീഡിയോ പോലും ചെയ്യാനായിട്ട് എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ചില വീഡിയോസ് അവരുടെ കണ്ടപ്പോഴത്തേന്, അവരുടെ കുറെ പുറകിലത്തുള്ള ഒരു വീഡിയോസ് ചിലത് കണ്ടപ്പോഴത്തേന് എനിക്കൊരു കാര്യം ക്ലിക്കായി. അപ്പം അത് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴത്തെ പോലത്തെ ഉള്ള ഒരു ലോങ് വീഡിയോ ആയിരിക്കും, ഒരു ഷോർട്ട് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പൊ എന്തായാലും ഞാൻ കാര്യത്തിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഷഫീന ബീവിയാണ്. എനിക്കറിയാം എല്ലാവരും ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ സ്കിപ്പ് അടിക്കും, കാരണം ആർക്കും താല്പര്യമില്ല ഇപ്പം അവരെ പറ്റി കേൾക്കാനായിട്ട്. പക്ഷെ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് കേൾക്കണം. കാരണം ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ദയാ സുജിത്തിനെ പറ്റി അവരൊരു നെഗറ്റീവ് വീഡിയോ ഇറക്കിയേക്കുന്നത്. അവരുടെ ദയാ സുജിത്തിന്റെ ഒരു ഡ്രസ്സിംഗ് സെൻസിനെ പറ്റിയാണ് ഷഫീന ബീവി ഒരു അലിഗേഷനുമായിട്ട് മുന്നോട്ട് വന്നേക്കുന്നത്. അപ്പൊ എനിക്ക് ഷഫീന ബീവിനോട് ചോദിക്കാൻ എന്താന്ന് വെച്ചാൽ, ഒരു തുള്ളി മാന്യതയുണ്ടോ താങ്കൾക്ക് ഈ കാര്യം പറഞ്ഞപ്പം? അതിനകത്ത് താങ്കൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? അതായത് അങ്ങനത്തെ ഒരു ഡ്രസ്സിംഗ് സെൻസ് കാരണം കൊണ്ടാണ് ആണുങ്ങൾ ചെന്നിട്ട് പിടിക്കുന്നത്, അല്ലെങ്കിൽ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ ഡ്രസ്സുകളെല്ലാം ഇടുന്നതെന്ന് താങ്കൾ അത് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. അത് പിന്നെ താങ്കൾക്ക് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കൊരു വൃത്തിയോട് പറയാനുള്ള എല്ലാ ടാലന്റും നിങ്ങൾക്കുള്ള കാരണം കൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഒരു തുള്ളി ഒരു മാന്യത വേണമായിരുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഞാൻ പണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊന്നും ഓർത്തായിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ഇതിന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ തന്നെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹണി റോസിനെ പറ്റിയാണ്. ഹണി റോസ് ഡ്രസ്സ് ഇടുന്നത് അത് അവളുടെ ഇഷ്ടം, അവളുടെ ഇഷ്ടമാണ്, അവൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത്. അതിനകത്ത് നമുക്ക് പറയാനായിട്ട് യാതൊരു അവകാശം ഇല്ല എന്നാണ് താങ്കൾ ആ സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇപ്പം അത് നേരെ മറിച്ചും തിരിച്ചുമാണ് പറയുന്നത്. അതിനുള്ള കാരണം എന്തുവാണെന്നൊന്ന് പറയാമോ? എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ആദ്യം ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ചോദിക്കാം. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണാനുള്ള ഒരു സാധ്യത കുറവാണ്, കാരണം അത് പഴയ വീഡിയോ ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കണേ, ഷഫീന ബീബി എന്തോ പറയുന്നെന്നുള്ളത്. ആ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടേ. ഇത് ഈ പറഞ്ഞ സാധനം നീ രാഹുലിനോട് പറഞ്ഞു കൊടുക്കാം. കാരണം ഹണി റോസ് ഇട്ട വസ്ത്രമായിരുന്നു രാഹുലിന്റെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്ത്രീക്ക് തീരെ ബോധമില്ല. അത് അവനോട് പറ. വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അനുബന്ധമായിട്ട് അവർ കുറെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് ഈ വിദേശത്ത് നിന്ന് വനിതകൾക്ക് ഇന്ത്യയുടെ സാരി ഉടുപ്പിച്ചു കൊടുത്തൂടെ. ബോധമില്ലായ്മ ഒരു കുറ്റമല്ല, അതൊരു അലങ്കാരമാകുന്നതാണ് പ്രശ്നമാകുന്നത്. അവരെന്ത് ഉടുക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതാണ് കുറച്ച് മുമ്പ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അവരിപ്പോ പറയുന്നത് പിന്നെ പറയുമ്പോൾ മാറ്റി പറയുന്നു എന്നുള്ളതാണ്. അവർക്ക് ബോധമില്ല. ആ ബോധമില്ലായ്മയിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്താൽ പൈസ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത്. കാശ് കിട്ടി അവർ എന്ത് ക്രിമിനലിസത്തിനും ഇറങ്ങി നിൽക്കും പ്രിയങ്ക. അതാണ് അവരവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. ഈ ലേഡി പറയുന്നത് പോലെ പിന്നെ ശംഖുമുഖത്ത് കിടക്കുന്ന ആ ഒരു പ്രതിമ, അതിനെ പറ്റിയും പറയുന്നുണ്ട്. ശംഖുമുഖത്ത് ആ പ്രതിമ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വൾഗറായ ഒരു പ്രതിമ കൊല്ലത്തുണ്ട്. ആ കായലിനോട് ചേർന്നിട്ട് ഒരു വൾഗർ പ്രതിമ ഇപ്പോൾ ഉണ്ട്. അത് ആദ്യം കളയുക, ഇതും കളയുക, വേണ്ട. ഇനി ഇതുപോലെ വേറെ കുറെ സ്ഥലങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഇനിയിപ്പോ വേണമെങ്കിൽ എന്നെ പായസാനി പറഞ്ഞോളൂ. അമ്പലങ്ങൾ നിറച്ച് ഇഷ്ടംപോലെ കാമകേളികൾ കൊത്തിവെച്ചിട്ടുണ്ട്. അത് ഇതിനേക്കാൾ വൾഗറായ, നമ്മൾ സാധാരണ കുട്ടികൾ പോലും കാണാൻ പാടില്ലാത്ത തക്കവണ്ണം വൃത്തികെട്ട ഇത് അതിനകത്ത് കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ അതോ ഈ നമ്മളിപ്പോ പറയുന്നതും ഈ പിന്നീട് പറയാൻ ഉദ്ദേശിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും മാച്ച് വേണം. അതില്ല ഈ സ്ത്രീ പറയുന്നത്. എല്ലാരും ആ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഷഫീന ബീബിനോടാണ്. അതെന്നാണ് ഷഫീന ബീബി, ഹണി റോസിന് ഒരു റൈറ്റ്സ് ഉണ്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട്, പക്ഷെ ദയാ സുജിത്തിന് ആ ഒരു റൈറ്റ്സ് ഇല്ലേ ആ ഡ്രസ്സ് ഇടാനായിട്ട്? അതെന്തൊരു ന്യായമാണ് താങ്കൾ കണ്ടെത്തിക്കൊണ്ട് വന്നേക്കുന്നത്? അതുമല്ല, പണ്ട് എപ്പോഴത്തെയോ 4 വർഷം മുന്നേ ഉള്ള ഒരു ഡ്രസ്സിന്റെ ഒരു വീഡിയോവും പിന്നെ ഇപ്പൊ ഒരു പോസ്റ്റ് ചെയ്തേക്കുന്നതാണത്. നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന സംഭവം ഈയിടയ്ക്കുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെന്നാണ് അതങ്ങ് മാറ്റിപ്പോയത്? അതോ ജസ്റ്റ് ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും എന്തും എല്ലാ ദിവസവും ഒരു 10 വീഡിയോ എങ്കിലും ഒരു ദിവസം ഇടും, അതും അനാവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റുകൾ, എവിടുന്നും കിട്ടാത്ത സാധനങ്ങൾ നിങ്ങൾ കുത്തിക്കൊണ്ട് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ലാതെ ചെയ്യുന്ന വീഡിയോസ്. അത് പിന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേറെ വീട്ടിൽ പണിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ചെയ്യാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതെന്തായാലും അവിടെ കിടക്കട്ടെ. പക്ഷെ
ഒരു ഒരു തുള്ളിയെങ്കിലും ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്കുണ്ടോ? എനിക്കറിയാൻ വയ്യാത്ത ഞാൻ ചോദിക്കോ, ഈ വീഡിയോ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായില്ലേ? എങ്ങനെ ഡബിൾ സ്റ്റാൻഡ് നിന്ന് നിങ്ങൾ കളിക്കുന്നത്? ഒരു ഇത് വേണ്ട, ഒരു ചിന്ത വേണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മാത്രമാകട്ടെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അതൊന്ന് ചിന്തിക്കണം, പുറയിലോട്ട് എന്തോ ആണ് സംഭവം എന്നുള്ളത്. അല്ലെ, ഈ കാര്യത്തോടെ താങ്കൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു സംഭവം കൂടെ, താങ്കള് അതായത് ഞാൻ കേട്ടിടത്തോളം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് താങ്കൾ വരുന്നതല്ലേ? അപ്പൊ നിങ്ങൾക്ക് ചില ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവര് പറയുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ബുർക്ക ഇടണം, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നത് ഹറാമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്ക് അറിയത്തില്ലേ, ഒരു കമ്മ്യൂണിറ്റിയെയും ഞാൻ പിടിച്ചോണ്ടല്ല ഞാൻ സംസാരിക്കും. ഞാൻ ജസ്റ്റ് കേട്ടു, അത് ഞാൻ താങ്കളായിട്ട് തന്നെ ഞാനൊന്ന് കൺഫേം ചെയ്യുവാണ്, അല്ലാതെ കുറ്റപ്പെടുത്തുവല്ല. അപ്പൊ അത് സത്യമാണ്, ഞാൻ കേട്ടത് സത്യമാണെന്നുണ്ടെങ്കിൽ ഷെഫീന ബീബി ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ വേറെ ആൾക്കാരെ പറ്റി പറയാനായിട്ടുള്ള എന്ത് റൈറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഷഫീന ബീവിക്ക് എന്തോ അധികാരമാണ് ഇത് ചോദിക്കാനുള്ളത്? അപ്പൊ എന്തായാലും കാര്യങ്ങൾ പിടികിട്ടിയേ. കാരണം നമ്മൾ എന്തായാലും വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കുറെ ലിപ്സ്റ്റിക്കും പിന്നെ സ്ലീവ്ലെസ് ഡ്രസ്സും, അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേട്ടിടത്തോളം പിന്നെ ബുർക്ക ഇടണം, അതൊക്കെയാണ് ഞാൻ കേട്ടത്. എനിക്കറിയത്തില്ലേ, ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് അല്ലാത്ത ആരുടെ കൊണ്ട് എനിക്കത് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ച് കൺഫേം ചെയ്യുന്നത്. നിങ്ങൾ തട്ടത്തിന്റെ ഒന്നും ആവശ്യമില്ലേ? പിന്നെ ലിപ്സ്റ്റിക് ഹറാമാന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചോദിച്ചതോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു ആൾക്കാരോടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതെനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു കമ്മ്യൂണിറ്റിയും അഗെയിൻസ്റ്റ് അല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്നിട്ട് അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോന്ന്. എന്നിട്ട് കുറെ ഡയലോഗുകൾ അടിക്കാനായിട്ട് വാ. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിനകത്ത്, അതിനകത്ത് ഞാൻ പണ്ടത്തെ ഒരാളാണ്, ഞാൻ ഒരു അമ്മയുടെ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു അമ്മ ഒരു മോള് തെറ്റി എന്നുണ്ടെങ്കിൽ അവരെന്തുവാണ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ പേഴ്സണലി സംസാരിക്കും, അല്ലെങ്കിൽ ഇരുത്തി സംസാരിക്കും, അല്ലെങ്കിൽ എന്തോ കാര്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു റെസൊല്യൂഷൻ കൊടുക്കും. വൃത്തിയട്ട കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് അമ്മ എന്നാണോ വിളിക്കേണ്ടത്, അതോ വേറെ എന്തെങ്കിലും ആണോ വിളിക്കേണ്ടത്? അതെനിക്ക് അറിയത്തില്ല. അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എന്നോടൊന്ന് പറയണം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിക്കാം. എന്തായാലും എന്റെ വ്യൂവേഴ്സിനെ തൊള്ള കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.